ഹലോ ഗായ്സ്, അങ്ങനെ രാവിലെ തന്നെ നേരെ റേത്തേക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പെരുന്നാൾ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മളും ആഘോഷിച്ചിട്ടുണ്ട്. ആഘോഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ബിരിയാണിയൊക്കെ കിട്ടി, അതൊക്കെ മാക്ക് തന്നിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ രാവിലെ തന്നെ റമൽത്താത്ത വിളിച്ചിട്ട് ഫ്രൂട്ട് കസ്റ്റർഡും ബിരിയാണിയും കൊണ്ടു തന്നു. അടിപൊളി ബിരിയാണി, പച്ചടി, അച്ചാറ്, ഫ്രൂട്ട് കസ്റ്റർഡ്. അങ്ങനെ ഫ്രൂട്ട് കസ്റ്റർഡ് എടുത്തിട്ട് ഞാൻ ഇച്ചുവിന് കൊടുത്തു. അവൻ കുറച്ച് തിന്നു, പിന്നെ ബാക്കിയൊക്കെ ഞാൻ തിന്നു. അവന് ഫ്രൂട്ട്സ് ഒന്നും ആയിട്ട് അങ്ങനെ തിന്നുന്ന ഇഷ്ടമല്ല. അത് കസ്റ്റർഡിൻ്റെ വെള്ളം മാത്രം എടുത്തു അവൻ കുടിക്കുന്നു, ആ ഒരു പൾപ്പ് മാത്രം. എന്നിട്ട് പിന്നെ ഞാൻ തന്നു. പിന്നെ അവൻ്റെ കണ്ണട കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നേരത്തെ റിമോട്ട് വാങ്ങിയതിൻ്റെ ഒരു ചെറിയ വിഷമം അവനുണ്ടായിരുന്നു. പക്ഷെ അവൻ പെട്ടെന്ന് കരഞ്ഞു ഗൈസ്. ഞാൻ ഒട്ടും വിചാരിച്ചിട്ടേ പെട്ടെന്ന് അത് ഓർത്ത് കരഞ്ഞു. പാവൻ ഇച്ചു എന്താണ് അങ്ങനെ പെട്ടെന്ന് കരഞ്ഞു പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പെട്ടെന്നൊന്ന് വിഷമമായി പോയിട്ടു, അതോർത്തിട്ടായിരിക്കണം, അല്ലാണ്ട് വേറൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. പിന്നെ അവൻ്റെ കരച്ചിൽ എങ്ങനെയെങ്കിലും മാറ്റണമല്ലോ വെച്ചാൽ ഞാൻ അവനെ എടുത്ത് ഇങ്ങനെ നടന്നു കുറച്ച് സമയം. എല്ലായ്പ്പോഴും ഇങ്ങനെയൊന്നും ആക്കാറില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല കലമ്പൊക്കെ കൊടുക്കാറുണ്ട്. ഇല്ലാതെ ഇങ്ങനെയൊക്കെ കാര്യം എനിക്കും പാവം തോന്നും. അപ്പം പിന്നെ വേഗം എടുത്ത് അവനെ റെഡിയാക്കാൻ വേണ്ടി നിന്നു. പിന്നെ ഒളിച്ചുമ്പൂത്ത് കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഏറ്റവും കൂടി ഒളിച്ചുമ്പൂത്ത് കളിക്കറി. ഇതവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളിയാണ്. അങ്ങനെ പിന്നെ നമ്മൾ രണ്ടെണ്ണം കുറച്ച് സമയം അങ്ങനെയൊക്കെ കളിച്ചിരുന്നു. അപ്പോഴേക്ക് അപ്പുറത്തുനിന്ന് വൈകുന്നേരത്ത് വിളിച്ചിട്ടുണ്ടായും ചോറുന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ മച്ചൻ്റെ ഇച്ചൂസും കൂടി നേരെ അവിടെ പോയിട്ട് ബിരിയാണി തിന്നു. അടിപൊളി ബിരിയാണിയാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ അവരോട് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തിന്നു. ബിരിയാണിയും പച്ചടിയും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തിന്നു. പിന്നെ നമുക്ക് ബത്തക്ക തന്നിട്ടുണ്ടായിരുന്നു. അവിടെയും ഫ്രൂട്ട് കസ്റ്റർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് അതൊക്കെ തിന്ന് നമ്മൾ സംസാരിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് അതൊക്കെ തിന്ന് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകും. വീട്ടിൽ വരുമ്പോഴേക്ക് നേരത്തെ ചാരുവും ധ്യാനവും വന്നിട്ടുണ്ടായിരുന്നു. അവരെ ഫ്രണ്ട് അവരെ പെരുന്നാളിന് വിളിച്ചിട്ട് ക്ഷണിച്ചിട്ട് വന്നതാട്ടാ. അപ്പോൾ അവരെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് ഇവർ രണ്ടുപേരും വന്നത്. ഇവർ രണ്ടാളും പോയി ബിരിയാണിയെല്ലാം തിന്ന് വന്നതാണ്. വീട്ടിലേക്ക് നേരെ വന്നു. പിന്നെ ഇവരെല്ലാവരും കൂടി കളിയായി. ഇച്ചുവിന് അവരെ കണ്ടതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. കാരണം ഇച്ചുവിന് കളിക്കാൻ ഇടക്കിടക്ക് അപ്പുറത്തുനിന്ന് കുഞ്ഞു വരും, അല്ലാണ്ട് വേറെ ആരുമില്ല. അപ്പം പിന്നെ ഇച്ചുവിന് ഭയങ്കര സന്തോഷമായി അവരെ കണ്ടോണ്ട്. അപ്പോൾ അവരുടെ കൂടെ കളിക്കലായി. അപ്പോൾ ചന്തു പിന്നെ നല്ല എണീച്ചിട്ട് ചോറ് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന്. പിന്നെ ഇച്ചു നല്ല ഉറക്കമായി. അങ്ങനെ കളിച്ച് കരഞ്ഞൊക്കെയാണ് അവൻ ഉറങ്ങിയത്. അത് കഴിഞ്ഞ് ഉറക്കടിക്കുമ്പോഴേക്ക് ഏട്ടന്മാരെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ ഇച്ചുനും കൂട്ടി മുകളിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഈ കാഴ്ചയൊക്കെ കാണിച്ചു കൊടുത്ത് അവിടെ വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ച് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം.